എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പ്രണയത്തെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഡിസ്കഷനിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത തരത്തിലുള്ള ലവ് ആണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്കിതിനെ പറയാം സമ്പൂർണമായ, പരമമായ, തികഞ്ഞ ലവ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ലവ് ഒരു പൂർണ്ണമായിട്ടുള്ള ലവാണ്. ഇതിലെ പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാമാണ്. അതായത് ലവിന് നമ്മൾ 3 കോമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ മൂന്നും അവിടെ ഉണ്ടായിരിക്കും. ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു ഐഡിയൽ റിലേഷൻഷിപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു കപ്പിൾസിന് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ലവ് ലൈഫ്, ഒരു ഗ്രേറ്റ് സെക്സ് ലൈഫ് എല്ലാം ഉണ്ടായിരിക്കും. മറ്റൊരാളുടെ അഭാവത്തിൽ ഇവർക്ക് സ്വയം ചിന്തിക്കാനേ സാധിക്കില്ല. അവർക്ക് സ്വയം മറ്റൊരാളുടെ അഭാവത്തിൽ സന്തോഷമായി കാണാനും പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. ഇത്തരത്തിലുള്ള കപ്പിൾസ് ജീവിതത്തിലുള്ള പല വിഭിന്നതകളും വ്യത്യസ്ത അഭിപ്രായങ്ങളെയും ലൈഫിലെ സ്ട്രെസ്സിനെയും ഒരുമിച്ച് നേരിടും. അതിന് പൂർണ്ണമായി തയ്യാറാവുകയും ചെയ്യും. കൺസ്യൂമേറ്റ് ലവിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐഷ, സമീർ ഇവർ രണ്ടുപേരും ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. ആ റിലേഷൻഷിപ്പിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. മനസ്സിലാക്കുക, ആരുടെയും റിലേഷൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവർ ഫ്രണ്ട്സ് പോലെയാണ്, ലവേഴ്സ് പോലെയാണ്, പാർട്ട്നേഴ്സ് പോലെയാണ്. രണ്ടുപേരെയും ഉള്ളിൽ നിന്ന് വളരെ ആഴത്തിൽ അവർക്കറിയാം. അവിടെ ഒരു വളരെ ഹെൽത്തി രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ഉണ്ട്, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ഷെയർഡ് വിഷൻ ഉണ്ട്, അതിനുവേണ്ടി കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സന്നദ്ധതയും ഇൻറ്റിമസിയും എല്ലാം ഉണ്ട് അവിടെ. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ലവിനെയാണ് നമുക്ക് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയാൻ സാധിക്കുക. അവിടെ 3 കോമ്പോണൻസ് ഓഫ് ലവ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് 3 കോമ്പോണൻസ് ഓഫ് ലവ്? ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഉണ്ടായിക്കഴിഞ്ഞാലാണ് അതിനെ നമുക്ക് ഒരു കൺസ്യൂമേറ്റ് ലവായിട്ട് കണക്കാക്കാൻ സാധിക്കുക. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി തട്ടത്തിൻ മറയത്ത്. തട്ടത്തിൻ മറയത്തിലെ വിനോദും ഐഷയും തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ഭാഗ്യം ഭജിച്ചവരല്ല. തുടക്കത്തിൽ അവരുടെ പ്രണയത്തിന് ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ട്. അതിലെപ്പത്തിലൊന്നും അങ്ങ് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ആ സൊസൈറ്റിയും ആ സമൂഹവും പല സർക്കംസ്റ്റാൻസുകളും അവരെ അനുവദിക്കുന്നില്ല. വിനോദ് മൂവിയിൽ നമുക്ക് കാണാം ഐഷയുടെ ഹൃദയം ജയിക്കാനായിട്ട്, ഐഷയുടെ ഹൃദയം കരസ്ഥമാക്കാനായിട്ട്, അവളുടെ സ്നേഹം കരസ്ഥമാക്കാനായിട്ട് അവളുടെ ഫാമിലിയുടെ ഡിസപ്രൂവലിനെ അവഗണിച്ചു കൊണ്ടുവരെ വളരെ ആഴത്തിൽ ശ്രമിക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് അവർ രണ്ടുപേരും അതിനുശേഷം, ഇഷ്ടത്തിന് ശേഷം, ഇൻറ്റിമസി ആയതിനു ശേഷം അവർക്കുള്ള തടസ്സങ്ങൾ ഒരുമിച്ച് അതിജീവിക്കുന്നതായിട്ട് നമുക്ക് ആ മൂവിയിൽ കാണാനായിട്ട് സാധിക്കും. ലവിന് ഡെഡിക്കേഷനും പാഷനും വളരെ ആവശ്യമായിട്ടുള്ളതാണ്. വിനോദിന് ഈ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. മൂവിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വിനോദിന് അവിടെ ഇൻറ്റിമസി ഉണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് റെഡിയാണ്. മൂവി അവസാനിക്കുന്നവരെ ഒരു പക്ഷെ പാഷൻ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല. അതായത് സെക്ഷൽ ഇൻറ്റിമസി, സെക്സ് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവസാനം ആ സിനിമ അവസാനിക്കുന്നതുകൂടി നമുക്ക് മനസ്സിലാക്കും അവർ റിലേറ്റ് ചെയ്യുന്ന രീതി, അവർ മുന്നോട്ട് കാണുന്ന ലൈഫ്, അതിൽ തീർച്ചയായിട്ടും സെക്സ് എന്ന് പറയുന്നത് സംഭവിക്കും. അത് അവരെ ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട്, ഒരു എന്നും നിലനിൽക്കുന്ന ഒരു ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട്, ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് രണ്ടുപേരും കൂടെ നിന്ന്, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത്, രണ്ടുപേരെയും താല്പര്യങ്ങളും വിഷനും ഡ്രീംസിനും വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, അവരുടെ ജീവിതത്തിലെ സ്ട്രെസ്സുകളെ ഒരുമിച്ച് നിന്ന് അതിജീവിക്കുന്ന ഒരു ലൈഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള തട്ടൻ നിറയത്തിലുള്ള ഒരു ലവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ്സ് എ കൺസ്യൂമേറ്റ് ലവ്. പ്രണയം, ആ റൊമാൻസ്, അതെല്ലാം ഒരു മാരിറ്റൽ ലൈഫിലേക്ക് ഫുൾഫില്ലാകുന്നു. ആ രീതിയിൽ അവർ നല്ലൊരു ജീവിതം, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അവരുടെ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നു. ഈ സ്റ്റേൺബർഗിന്റെ പറയുകയാണെങ്കിൽ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിൻ്റെ 3 കോമ്പോണൻസും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, ലവ് ലാംഗ്വേജസിൻ്റെയും ആ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഫ്ലെക്സിബിളായി മുന്നോട്ട് പെരുമാറുന്നതിൻ്റെയും അഭാവത്തിൽ പലതരത്തിലുള്ള പ്രണയങ്ങളും ലവുകളും ഒരു കമ്പാനിയനറ്റ് ലവായി മാറാറുണ്ട്.
അതിൽ പാഷൻ, ആ സെക്ഷുവൽ ഡിസയർ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നെങ്കിൽ ആ പാഷനെ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ടുള്ള, ആ പാഷനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ ഏർപ്പെടാനായിട്ട് ശ്രമിക്കണം. ഇനി ഇത്തരത്തിലുള്ള ഒരു ലവ് പ്രോഗ്രഷൻ്റെ ഒരു ചെറിയ സ്റ്റോറി കൂടി ഞാൻ പറയാം. ഈ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളാണ് നമ്മുടെ ജെന്നിയും സാജുവും. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായി ഒരു ദിവസം ഒരു പാർട്ടിയിൽ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഫീൽ ചെയ്യാം. അതിനുശേഷം രണ്ടുപേരും ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. തമ്മിൽ ചാറ്റ് ചെയ്യാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു. രണ്ടുപേരും അധിക സമയം വൈകാതെ തന്നെ മനസ്സിലാക്കുക, രണ്ടുപേർക്കും തമ്മിൽ വളരെയധികം കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള കമ്പനി വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആ രണ്ടുപേരും ഒരു ഡേറ്റിന് പോകാനായിട്ട് തീരുമാനിക്കാം. അതിനു വേണ്ടി ഒരു നല്ലൊരു സമയവും കണ്ടെത്തി. ആ ഡേറ്റിൽ അവർ തമ്മിൽ കിസ് ചെയ്യുകയാണ്. വളരെ ഹയർ ലെവലൊരു സെക്ഷുവൽ ഡിസയർ അവിടെ ഫീൽ ചെയ്യാം. അവരങ്ങനെ ഒരു ഇൻഫാക്ച്വേറ്റ് ലവ് ഫേസിൽ എത്തിച്ചേരാം. അതിന് മെയിൻലി ലീഡ് ചെയ്യുന്നത് പാഷനാണ്, ഫിസിക്കൽ അട്രാക്ഷനാണ്. അതുകൊണ്ടുണ്ടാകുന്ന ആ സെക്ഷുവൽ ആക്റ്റാണ്, ഫിസിക്കൽ ഇൻറ്റിമസിയാണ് പാഷൻ എന്ന് പറയുന്ന ലവ് ഘടകത്തെ അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകളത്തെ ആ ഡേറ്റിങ്ങിന് ശേഷം ജെന്നിയും സാജുവും വളരെ കൂടുതൽ കംഫോർട്ടബിളും ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അവരുടെ ഫീലിങ്സും ചിന്തകളും സ്വപ്നങ്ങൾ വരെ അവർ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുകയാണ്. രണ്ടുപേരുടെയും വിഷമഘട്ടങ്ങളിലും പ്രശ്നങ്ങളിലും ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ട് ആവുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു ബോണ്ടും ഒരു വിശ്വാസവും അവിടെ ജനറേറ്റ് ആവുകയാണ്. അവർ രണ്ടുപേരും റൊമാൻറ്റിക് ലെവലായിട്ടുണ്ടായിരുന്നു ഈ സമയത്തിൽ. അതിലുള്ള മെയിൻ ഘടകമായിരുന്നു ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്ന, അതായത് ഫിസിക്കൽ അട്രാക്ഷനിലൂടെ വന്ന, സെക്സിലൂടെ വന്ന പാഷനും, പിന്നെ ഇത്തരത്തിലുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വന്ന ഇൻറ്റിമസിയും. ഇപ്പോൾ ഈ കേസിൽ രണ്ട് ഘടകങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പാഷനും ഇൻറ്റിമസിയും. അങ്ങനെ അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ജെന്നിയും സാജുവും കുറേ നാൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനായിട്ട്, അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സീരിയസ് ആക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കാം. അവർ രണ്ടുപേരും തമ്മിൽ ഫാമിലീസിനെ പോയി കാണുന്നു, കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നു. അവർ എല്ലാവരും എല്ലാവരുമായിട്ട് നന്നായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അങ്ങനെ അവർ മാരീഡ് ആകുന്നു. അവർ ഭാവി കാലത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് തീരുമാനങ്ങളെടുത്ത് മാരീഡ് ആകുന്നു. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അത് ഒരു കൺസ്യൂമേറ്റ് ലവിൽ അവർ എത്തിച്ചേരുക ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലവിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവർ കൺസ്യൂമേറ്റ് ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം വന്നിട്ടുണ്ടായിരുന്ന പാഷൻ, രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്ന ഇൻറ്റിമസി, ആൻഡ് ഏറ്റവും ഈ അടുത്ത് വന്നിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും കൂടി ചേർന്ന് അവരുടെ ലൈഫ് ഒരു കൺസ്യൂമേറ്റ് ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മാരീഡ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം, ജെന്നിക്കും സാജുവും രണ്ടുപേർക്കും വ്യത്യസ്തതകൾ ഉള്ളിൽ വരാനായിട്ട് തുടങ്ങി. രണ്ടുപേരും വ്യത്യസ്ത ചിന്തകൾ, രണ്ടുപേരും വ്യത്യസ്ത വഴികളിലൂടെ ചിന്തകൾ പോയി തുടങ്ങാനായിട്ട് തുടങ്ങി. അവരെ ജീവിതത്തിലുള്ള തിരക്ക് മൂലം മറ്റും കാരണം അവർ തമ്മിൽ കൂടെ ചെലവഴിക്കുന്ന സമയമൊക്കെ കുറഞ്ഞു വരിക, തമ്മിലുള്ള ഇഷ്ടം കുറഞ്ഞു വരിക, അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആവുന്നതും എഫെക്ഷനേറ്റ് ആകുന്നതും സെക്ഷൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞു വരിക. പക്ഷെ രണ്ടുപേരും നന്നായി തമ്മിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ടുപേരും തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഇടയിലുള്ള പാഷൻ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ സമയത്തിൽ ഒരു കമ്പാനിയനേറ്റ് ലവിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കമ്പാനിയനേറ്റ് ലവ് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റുമാണ് ഉണ്ടായിരിക്കുക, അവിടെ പാഷൻ ഉണ്ടായിരിക്കില്ല. സോ ഈ സമയത്തിൽ ഇവരൊരു കമ്പാനിയനേറ്റ് ലവിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെന്നിക്കും സാജുവും മനസ്സിലാക്കുക അവരുടെ ആ മാരേജിൽ അൺഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ അവർ ബ്രേക്കപ്പായി സെപ്പറേറ്റ് ആവാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ ആവുന്നതിന് ശേഷം അവർ ഫ്രണ്ട്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. രണ്ടുപേർക്കും നല്ലത് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെപ്പറേറ്റ് ആയത്. ഇപ്പോഴത്തെ അവർക്കുണ്ടായിരുന്ന ലൈക്കിംഗ് എന്ന് പറയുന്നത് ഇൻറ്റിമസി മാത്രം മൂലമുള്ളതായിരുന്നു. അവിടെ പാഷനും ഇല്ല, കമ്മിറ്റ്മെൻറ്റും ഇല്ല. കാരണം അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. അവിടെ ഒരു സെക്ഷൽ ഡിസയറും ഇല്ല, അത് കാരണം തന്നെ പാഷനും ഇല്ല. സോ ഓൺലി ഇൻറ്റിമസി മാത്രം കാരണം അവർ തമ്മിൽ റെസ്പെക്ട് ചെയ്തു, രണ്ടുപേർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ശേഷം
അവർ രണ്ടുപേരും സെപ്പറേറ്റഡായി മുന്നോട്ട് പോകുന്നതിന് ശേഷം വ്യത്യസ്ത ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. വ്യത്യസ്ത അനുഭവങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ജീവിതത്തിലെ ഹാർഡ്ഷിപ്പുകൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സപ്പോർട്ട് അവർക്ക് ലഭിക്കാത്ത അവസ്ഥയായി. ആ സമയത്ത് ജെന്നിയും സാജുവും അവർ തമ്മിൽ ഷെയർ ചെയ്തിരുന്ന ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് വീണ്ടും ഓർക്കുന്നു. അതിൻ്റെ ആ ബ്യൂട്ടി, അതിൻ്റെ ആഴം, അതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അതിൻ്റെ ഒരു ഫുൾഫില്ലിങ് അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ അവർ വീണ്ടും ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവർ വീണ്ടും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വീണ്ടും അവർ കണക്റ്റഡ് ആകുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവർ ഇപ്പോൾ തന്നെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഇൻറ്റിമസി ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒപ്പം അവർ വീണ്ടും കണക്ട് ചെയ്തതിന് ശേഷം ഒരു പാഷനും കമ്മിറ്റ്മെൻറ്റും കൂടി കടന്നു വരികയാണ്. അങ്ങനെ സെപ്പറേറ്റ് ആയവരെ വീണ്ടും ആ കൺസ്യൂമേറ്റ് ലെവലിലോട്ട് എത്തിച്ചേർന്ന് ലൈഫ് ഇപ്പോൾ സക്സസ്ഫുള്ളി മുന്നോട്ട് നയിക്കുന്നു. ഈ കഥ നമുക്ക് കാണിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഥകളും ഈ അവസാനത്തെ കഥകളും കാണിക്കുകയാണ് എങ്ങനെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ ലവ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുക, എന്താണ് ലവിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ, അതൊരു റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയെയും മറ്റും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ. ഇതെല്ലാവർക്കും വളരെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ലവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്, അതായത് എപ്പോഴും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിനോമിനോൺ അല്ല. വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിനോമിനോണാണ്. അതിലെ മാറ്റങ്ങൾ വരും. അതൊരു നാച്ചുറൽ കോഴ്സാണ്, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്കസ് ചെയ്ത ലവിൻ്റെയും, അതായത് ലവിൻ്റെ ത്രികോണ സിദ്ധാന്തം, റോബർട്ട് സ്റ്റെർൺബർഗ് അവതരിപ്പിച്ച ആ ത്രികോണ സിദ്ധാന്തവും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന 8 വ്യത്യസ്ത തരത്തിലുള്ള ലവ്, അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. നിങ്ങളുടെ ഉറ്റവരിലോട്ടും ബന്ധുക്കളിലോട്ടും എല്ലാവരിലോട്ടും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്നതിനായി ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ്, ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. സോ കേട്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ.